Good morning, children. So how are you? Hope you're doing fine. So last class we have learned two chapters, chapter 20 and chapter 21. I hope my children are reading everything and studying properly. So today also we are going to learn two chapters, chapter 22, famous Indian rulers, and chapter 23, India quiz. So it is related to our country, so we are learning it together. Okay, so random related aanu, so nammal idu rendu padikkan povana. So this famous Indian rulers, you have to write it and study because it is all new for you. നിങ്ങൾ ഈ റൂളേഴ്സിൻ്റെ പേര് പഠിച്ചിട്ടില്ല, ന്യൂ ആണ്, അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. So you have to read it and then write it and study. Okay, so first question, identify the picture, read the description and name the famous Indian rulers. Okay, you have to find the picture, then you have to read the question and write the answer. He was the great Mauryan Empire. Mauryan ആ ഒരു 266 to 232 BCE, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ BCE എന്ന് പറയുന്നത്. സോ അതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, യു വിൽ സ്റ്റഡി ഇറ്റ് ഇൻ യുവർ സോഷ്യൽ സയൻസ് വെൻ യു ഗ്രോ അപ്പ്, സോ വെൻ യു മൂവ് ടു യർ ഹയർ ക്ലാസ്സസ്. സോ മൗര്യൻ എംപയർ എന്നാണ് പറയുന്നത്. ഹൂ ഈസ് ദാറ്റ്? അശോക. അശോക എന്ന് കേട്ടിട്ടില്ലേ? അശോക ചക്രവർത്തി. സോ മൗര്യൻ എംപയർ ആയിരുന്നു അശോക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹി വാസ് ദി രാജ്പുത് വാരിയർ കിങ് ഓഫ് ചൗഹാൻ ഡൈനസ്റ്റി. ചൗഹാൻ ഡൈനസ്റ്റിയിലെ രാജ്പുത് വാരിയർ ആയിരുന്നു. രാജ്പുത് വാരിയർ ആയിട്ടുള്ള ആളുടെ പേരെന്താ? പൃഥ്വിരാജ് ചൗഹാൻ. ഈസി അല്ലേ? ചൗഹാൻ ഡൈനസ്റ്റിയിൽ വരുന്നത് പൃഥ്വിരാജ് ചൗഹാൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഹി വാസ് എ ഗ്രേറ്റ് കിങ് ഓഫ് മേവർ. മേവറിലെ കിങ് ആയിരുന്നു. ഹി കെപ്റ്റ് ഓൺ വേജിങ് വാർ എഗെയിൻസ്റ്റ് അക്ബർ ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. പുള്ളി എപ്പോഴും അക്ബർ ആയിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു. സോ ഹൂ വാസ് ദാറ്റ്? He was Maharana Pratap. Maharana Pratap ആയിരുന്നു അക്ബർ ആയിട്ട് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഹി വാസ് ഇൻ ഫൈറ്റ്. എപ്പോഴും വഴക്കായിരുന്നു, എപ്പോഴും അവർ തമ്മിൽ ഇടിയായിരുന്നു, എപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു. സോ ഹി വാസ് ഓൾസോ ദി കിങ് ഓഫ് മേവർ. ഹു ഇസ് ഹി? Maharana Pratap. Then he was the greatest Mughal emperor. He loved all religions. Mughal emperor, മുഗൾ ആ സമയത്തുള്ള ആ ഒരു എംപറർ ആയിരുന്നു, അവിടുത്തെ കിങ് ആയിരുന്നു. എല്ലാ റിലീജിയൻസും, ഒരു റിലീജിയനെ മാറ്റി നിർത്താതെ ഹി ലവ്ഡ് ഓൾ റിലീജിയൻസ്. ഹി വാസ് അക്ബർ. Okay, so first one, Ashoka. He was a great Mauryan emperor. Who was that? Ashoka. Who was the Rajput warrior king of Chauhan dynasty? Prithviraj Chauhan. Then who was the one who kept on fighting or ongoing war with Akbar throughout his life? He was Maharana Pratap. Okay, then next question is, he was the greatest Mughal emperor. He loved all religion. It is Akbar. Next, he was the greatest Mughal emperor. He built Taj Mahal in Agra. Mughal emperor ആയിരുന്നു. Taj Mahal build ചെയ്ത ആരാ? Shahjahan. That one you know. Next one, he was a great Maratha warrior king. Maratha warrior king ആയിരുന്നു. He laid the foundation of Maratha empire. Maratha empireന്റെ foundation, അത് ആ ഒരു എംപയർ ഫൗണ്ടേഷൻ ഇട്ടത് അല്ലെ, ആ ഒരു എംപയറിന്റെ ഒരു സ്റ്റാർട്ടിങ് ഏത് കിങ് വഴിയായിരുന്നു? ഹി വാസ് ഛത്രപതി ശിവജി. ഛത്രപതി ശിവജി ആയിരുന്നു മറാത്ത വാരിയർ കിങ് എന്നറിയപ്പെടുന്നതും ആ മറാത്ത എംപയറിന്റെ ഒരു ഫൗണ്ടേഷൻ ലേ ഡൗൺ ചെയ്തതും ഛത്രപതി ശിവജി. ഹി വാസ് ദി ലാസ്റ്റ് മുഗൾ എംപറർ. മുഗൾ എംപററിന്റെ ലാസ്റ്റ് ഒരു കിങ് ആയിട്ട് വന്നിരുന്നത് ഹി വാസ് ബഹദൂർ ഷാ സഫർ. He was Bahadur Shah Zafar was the last Mughal emperor. Okay, then last one we are going to learn about a queen. She was a queen of Jhansi who fought bravely against the British between 1854 and 1858. So that was a very good question. ജാൻസിയുടെ ക്വീൻ ആയിട്ട് വന്നിരുന്ന ആരാ? റാണി ലക്ഷ്മി ബായ്. സോ റാണി ലക്ഷ്മി ബായ് വാസ് എ ക്വീൻ ഓഫ് ജാൻസി ഹു ഫൗട്ട് ബ്രേവ്ലി അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ഭയങ്കര ബ്രേവ് ആയിട്ട് ഫൈറ്റ് ചെയ്ത ഒരു ക്വീൻ ആയിരുന്നു ഹു? റാണി ലക്ഷ്മി ബായ്. Okay, so this is the questions which is related to famous Indian rulers. നിങ്ങൾ ഇത് കേട്ട് you don't have to get tensed. നിങ്ങൾ പഠിച്ചിട്ടില്ല because ഇതിൻ്റെ എല്ലാം സ്റ്റോറി when you grow up you will study. When you go to your next higher classes you will study in detail. But ഇപ്പം നിങ്ങൾ അത് ചെറുതായിട്ട് അതിൻ്റെ ഓരോ കണക്ഷൻസ് വെച്ചിട്ട് ഓർത്ത് വെക്കുക ഓരോ പേരും. Okay, so read this chapter at least 10 times. Write the name of each rulers and study. Okay, now we will move to chapter 23, India quiz. That is a very easy chapter. With first question, with which country India shares the largest border? ഇന്ത്യയുടെ ബോർഡർ ഏത് കൺട്രി ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്? ബംഗ്ലാദേശ്. Second, which state has boundaries with 7 states and 2 countries?
7 സ്റ്റേറ്റും 2 കൺട്രി ആയിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആസാം. ഹൗ മെനി കൺട്രീസ് ബോർഡർ ഇന്ത്യ? നമ്മുടെ ഇന്ത്യയിലെ ബോർഡർ ചെയ്ത് എത്ര കൺട്രീസ് ഉണ്ട്? 7 കൺട്രീസ്. Fourth question, which Indian state is surrounded by 3 countries and 1 state? 3 കൺട്രിയും ഒരു സ്റ്റേറ്റും കൂടി സറൗണ്ട് ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് സിക്കിം. നെക്സ്റ്റ്, which is the highest civilian award in India? ഭാരത് രത്നയാണ് ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്, ഭാരത് രത്ന. നെക്സ്റ്റ്, what is the first month of Indian national calendar? ഇന്ത്യൻ നാഷണൽ കലണ്ടറിലെ ഫസ്റ്റ് മന്തിനെ നമ്മൾ പറയുന്നത് ചൈത്ര. ഇന്ത്യൻ നാഷണൽ കലണ്ടർ ഫസ്റ്റ് മന്ത് is called as ചൈത്ര. Who coined the slogan Jai Hind? Jai Hind slogan is coined by Subhash Chandra Bose. Next question, when and where was Mahatma Gandhi born? 2nd October 1869 in Porbandar. Mahatma Gandhi was born on 2nd October 1869 Porbandar. You are familiar with that. Then, when did India get freedom from British rule? That also you are familiar. 15th August 1947 ലാണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഓക്കെ. Who composed the national song of India? ഇന്ത്യയുടെ നാഷണൽ സോങ് കമ്പോസ് ചെയ്ത ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, നാഷണൽ ആന്തം അല്ല നാഷണൽ സോങ് കമ്പോസ് ചെയ്തത്. ഇറ്റ് ഈസ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. Which is the largest shipbuilding unit in India? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് നമ്മുടെ കേരളയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. ഓക്കെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് LTD ലിമിറ്റഡ് ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് ലാർജസ്റ്റ് ഷിപ്പ്യാർഡ് യൂണിറ്റ് ഇൻ ഇന്ത്യ. Which is the first private train in India? പ്രൈവറ്റ് ആയിട്ട് ഇന്ത്യയുടെ ട്രെയിൻ എന്ന് പറയുന്നത് തേജസ് എക്സ്പ്രസ്. ബാക്കി എല്ലാം നമുക്ക് ഓൺ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ പ്രൈവറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് തേജസ് എക്സ്പ്രസ്. In which of the following state Garo, Khasi, Jaintia hills are located? Garo, Khasi, Jaintia hills locate ചെയ്തിട്ടുണ്ട് മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഏതൊക്കെയാ? ഗാരോ, ഖാസി, ജയ്തിന. ഓക്കെ. നെക്സ്റ്റ്, ഹു ഇസ് ദി ഫൗണ്ടർ ഓഫ് യോഗ സിസ്റ്റം? നമ്മുടെ യോഗ സിസ്റ്റം ഫൗണ്ടർ ആരാണ്? ദാറ്റ് ഈസ് നമുക്ക് ആ പേരിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഓപ്ഷൻസ് വായിച്ചാൽ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്. സോ ദി ആൻസർ ഇസ് മഹർഷി മഹേഷ് യോഗി. ഓക്കെ, മഹർഷി മഹേഷ് യോഗിയാണ് യോഗ കണക്ട് ചെയ്ത് പഠിക്കുക, മഹർഷി മഹേഷ് യോഗി. സോ ഈ ഒരു കാര്യങ്ങളൊന്നും മിസ് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും നിങ്ങൾ വായിച്ച് പഠിക്കാതെ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. സോ നിങ്ങളാണ് ഇതിനെ വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഓക്കെ, ഇതിൽ മിസ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാ? നത്തിങ് ടു എക്സ്പ്ലെയിൻ. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, ബട്ട് യു ഹാവ് ടു read it. So we will read it once again. Which country India shares the largest border? Bangladesh. Which state has boundaries with 7 countries and 7 states and 2 countries? Assam. How many countries border India? 7 countries. India border ചെയ്ത് 7 countries ഉണ്ട്. Which Indian state is surrounded by 3 countries and 1 state? Sikkim. So 3 കൺട്രിയും ഒരു സ്റ്റേറ്റുമായിട്ട് ബോർഡർ ചെയ്തിരിക്കുന്നത് സിക്കിമും 7 സ്റ്റേറ്റും 2 കൺട്രി ആയിട്ട് ബോർഡർ ചെയ്തിരിക്കുന്നത് ആസാമുമാണ്. ഡോണ്ട് ഫോർഗെറ്റ്, ഇന്ത്യയുടെ മാപ്പ് ഒക്കെ നിങ്ങൾക്ക് 7th and 8th പഠിക്കാനുണ്ട്. സോ ദാറ്റ് ടൈം യു വിൽ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഹിയർ ഇപ്പോൾ പഠിച്ച 3 ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ ഇല്ലാതെ. ദെൻ വിച്ച് ഇസ് ദി ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്? ഭാരത് രത്ന അവാർഡാണ്. ഭാരത് രത്ന അവാർഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സിവിലിയൻ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരത് രത്ന. ഫസ്റ്റ് മന്ത് ഓഫ് ഇന്ത്യൻ കലണ്ടർ, ഇന്ത്യൻ നാഷണൽ കലണ്ടർ. ഇന്ത്യൻ നാഷണൽ കലണ്ടറെ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ചൈത്ര. നമ്മുടെ ജാനുവരി ഫെബ്രുവരി എല്ലാം അതിൽ വരുന്നത് ചൈത്ര എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മന്ത് വരുന്നത്. സോ ചൈത്ര, വൈശാഖ, അങ്ങനെ പല മന്ത്സ് ഉണ്ട്. നിങ്ങൾ എല്ലാ മന്ത്സും പഠിക്കേണ്ട. ഫസ്റ്റ് മന്ത് ഇന്ത്യൻ നാഷണൽ കലണ്ടർ. ഇന്ത്യൻ നാഷണൽ കലണ്ടർ ഇറ്റ് ഇസ് ചൈത്ര. ഓക്കെ. ദെൻ ഹു കോയിൻ ദ സ്ലോഗൻ ജയ് ഹിന്ദ്? നമ്മൾ പ്ലെഡ്ജ് പറഞ്ഞതിന് ശേഷം ജയ് ഹിന്ദ് പറയുന്ന സ്ലോഗൻ കോയിൻ ചെയ്ത് ആരാണ് കൊണ്ടുവന്നത്? സുഭാഷ് ചന്ദ്ര ബോസ്. When was Mahatma Gandhi born? 2nd October 1869 in Porbandar. നമ്മൾ പഠിച്ചിട്ടുള്ള പോർബന്ദർ, ഗുജറാത്ത്. 1869 2nd October. When did India get freedom from British rule? 15th August 1947. 15th August 1947 India got independence. B. Taro എല്ലാവരും പഠിച്ചിട്ടുള്ള സോഷ്യൽ സയൻസിൽ. Who composed the national song of India? National song ബങ്കിം ചന്ദ്ര ചാറ്റർജി. Okay. Which is the largest shipbuilding unit in India? Cochin Shipyard Limited. Which is the first private train in India? Tejas Express. Then Garo, Khasi, Jaitina hills ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? മേഘാലയ.
Last question, who is the founder of yoga system? Maharishi Mahesh Yogi. Okay, so this is the 23rd chapter. So both the chapter read at least 10 times and then you have to write it and study. Okay children, so please read and study this both chapter. We'll meet in the next class with a new chapter. Thank you.